എല്ലാവർക്കും നമസ്കാരം. ജം ഷോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മാസത്തിലെ ചില പ്രധാന വാർത്തകളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. വാർത്തകൾ വായിക്കുന്നത് നീനു ബേബി ടോണി. എത്യോപ്യയിലെ 12,000 വർഷത്തിനു ശേഷം ഏലി ഗൂബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിരിക്കുന്നു. നവംബർ 25 നടന്ന ഈ സ്ഫോടനം 45,000 അടി ഉയരത്തിൽ ചാരവും പുകയും എത്തിച്ചു. 12,000 വർഷം ഇതുവരെ അങ്ങനെ ഒരു കാര്യം കേട്ടിട്ടില്ലല്ലേ? തീർച്ചയായും. എട്ട അലെ അഗ്നിപർവ്വതം ശൃംഖലയുടെ തെക്കേ അറ്റത്തുള്ള ഈ ഷീൽഡ് അഗ്നിപർവ്വതം ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് സോണിലാണ്. രസകരമായ കാര്യം, ആഫ്രിക്കൻ അറേബ്യൻ ടെക്ടോണിക് പ്ലേറ്റുകൾ വർഷത്തിൽ 0.4 മുതൽ 0.6 ഇഞ്ച് വരെ അകന്നു പോകുന്നു എന്നതാണ്. അപ്പോൾ ഇത് തുടർന്നാൽ? നല്ല ചോദ്യം നെഹമ്യ. അതെ, ഇത് തുടർന്നാൽ അറേബ്യൻ കടലും റിഫ്റ്റ് താഴ്വരയും ചേർന്ന് പുതിയ സമുദ്രം രൂപപ്പെടും. ഇതിന്റെ ആഘാതം എത്രത്തോളം എത്തിക്കാണും? വളരെ വലുതാണ്. ചാരമേഘം യമൻ, ഒമാൻ, ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളിൽ വ്യാപിച്ചു. ഇന്ത്യയിൽ എയർ ഇന്ത്യയും അഗാസ എയറും 11 ഫ്ലൈറ്റുകൾ റദ്ദാക്കി. വലിയ അളവിൽ സൾഫർ ഡയോക്സൈഡ് പുറത്തു വരുന്നതായി സാറ്റലൈറ്റ് ഡേറ്റയിൽ കണ്ടെത്തി. അടുത്തത് നമുക്കൊക്കെ പ്രചോദനമാകുന്ന ഒരു വാർത്തയിലേക്കാണ്. നവംബർ 24 ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു രാഷ്ട്രപതി ഭവനിൽ വെച്ച് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 1962 ഫെബ്രുവരി 10 ഹരിയാനയിലെ ഹിസാറിൽ ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം 1984 മഹർഷി ദയാനന്ദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമബിരുദം നേടി. 2000 ജൂലൈ 7 ഹരിയാനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കപ്പെട്ടു. 2004 ജനുവരി 9 പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ജഡ്ജിയായി. 2018 ഒക്ടോബർ 5 ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി. 2019 മെയ് 24 സുപ്രീം കോടതി ജഡ്ജിയായി. ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ ശരിവെച്ച 5-അംഗ ഭരണഘടന ബെഞ്ചിൽ അംഗമായിരുന്നു. രാജ്യദ്രോഹ നിയമം IPC 124 താൽക്കാലികമായി നിർത്തിവെച്ച ബെഞ്ചിൽ അംഗമായിരുന്നു. 2027 ഫെബ്രുവരി 9 വരെ അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. നവംബർ 21 തായ്ലൻഡിൽ നടന്ന 74ാമത്തെ മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ മെക്സിക്കോയിലെ 25-കാരിയായ ഫാത്തിമ വോഷ് ഫെർണാണ്ടസ് വിജയിച്ചു. മെക്സിക്കോയുടെ എത്രാമത്തെ കിരീടമാണിത്? 4ാമത്തെ കിരീടം. 2000 മെയ് 19 ജനിച്ച ഫാത്തിമ മെക്സിക്കോ സിറ്റിയിൽ നിന്ന് ഫാഷൻ ആൻഡ് അപ്പാരൽ ഡിസൈനിൽ ബിരുദം നേടി. ഇറ്റലിയിലും പഠിച്ചു. സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. തീർച്ചയായും. രോഗികളായ കുട്ടികളുമായി സന്നദ്ധ പ്രവർത്തനം, പരിസ്ഥിതി ബോധവൽക്കരണം, കുടിയേറ്റക്കാർക്കുള്ള പിന്തുണ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ അവരെക്കുറിച്ച് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, മത്സരത്തിനിടെ ഒരു തായ് പേജന്റ് ഡയറക്ടർ അവരെ പരസ്യമായി ശാസിച്ചപ്പോൾ അവർ ധൈര്യത്തോടെ പ്രതികരിച്ചതാണ്. അതെ, അതൊരു വലിയ വാർത്തയായിരുന്നു. മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോ സ്ത്രീകൾ തങ്ങളുടെ ശബ്ദം ഉയർത്തേണ്ടതിന്റെ ഉദാഹരണമാണിതെന്ന് പറഞ്ഞു. നവംബർ 26 ഭരണഘടനാ ദിനത്തിൽ പാരീസിലെ യുനെസ്കോ ആസ്ഥാനത്ത് ഡോക്ടർ BR അംബേദ്കറുടെ പ്രതിമ സ്ഥാപിച്ചു. ഇതൊരു വലിയ ചരിത്ര നിമിഷമാണല്ലേ? തീർച്ചയായും. 1891 ഏപ്രിൽ 14 ജനിച്ച അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന ശില്പിയായിരുന്നു. സാമൂഹിക നീതി, സമത്വം, വിദ്യാഭ്യാസം, മാനുഷികാവകാശങ്ങൾ എന്നിവയ്ക്കായി ജീവിതകാലം മുഴുവൻ പോരാടി. ഒരു പ്രധാന ആഗോള സ്ഥാപനം ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവിന്റെ പ്രതിമ സ്ഥാപിക്കുന്നത് ഇതാദ്യമാണോ? അതെ, ആദ്യമായി തന്നെ. യുനെസ്കോ അംബേദ്കറുടെ സമത്വം, വിദ്യാഭ്യാസം, മാനുഷികാവകാശങ്ങൾ എന്നീ മൂല്യങ്ങൾ അതിന്റെ ആഗോള പരിപാടികളിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സാംസ്കാരിക സഹകരണത്തിന്റെ പ്രതീകമാണ് ഈ പ്രതിമ. ആനിമൽ ഹസ്ബൻഡറി സ്റ്റാറ്റിസ്റ്റിക്സ് 2025 പ്രകാരം ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യമായി തുടരുന്നു. ആഗോള ഉൽപാദനത്തിന്റെ 23% ഇന്ത്യയിൽ നിന്നാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 230 ദശലക്ഷം മെട്രിക് ടൺ പാൽ ഉൽപ്പാദിപ്പിച്ചു. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ മുൻനിരയിലാണ്. ശ്രീലങ്കയെ ദ്വിത്വ ചുഴലിക്കാറ്റ് തകർത്തതിനെ തുടർന്ന് ഇന്ത്യ ഓപ്പറേഷൻ സാഗർ ബന്ധു ആരംഭിച്ചു. സാഗർ ബന്ധു എന്നാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ പേരിന്?
സമുദ്രത്തിൽ നിന്നുള്ള സുഹൃത്ത് എന്നാണ് അർത്ഥം. ഇന്ത്യയിൽ നാവികസേനയുടെ കപ്പലുകൾ, മെഡിക്കൽ ടീമുകൾ, ദുരിതാശ്വാസ സാമഗ്രികൾ, ഭക്ഷണം, വെള്ളം, മരുന്നുകൾ, അത്യാവശ്യ സാധനങ്ങൾ എന്നിവയുമായി എത്തി. 2004 സുനാമി, 2015 നേപ്പാൾ ഭൂകമ്പം, 2023 തുർക്കി ഭൂകമ്പം എന്നിവയ്ക്കിടെയും ഇന്ത്യ സമാനമായ മാനുഷിക ദൗത്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അയൽ രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ നെയ്ബർ ഫസ്റ്റ് നയത്തിന്റെ ഭാഗമാണ് ഇത്തരം ദൗത്യങ്ങൾ. ആഭ്യന്തരകാര്യ മന്ത്രാലയം ഗവർണർ വസതിയെ രാജ്ഭവൻ എന്ന കൊളോണിയൽ പേരിൽ നിന്ന് ലോക് ഭവൻ എന്ന് പുനർനാമകരണം ചെയ്തു. രാജ്പഥ് കർത്തവ്യപഥ് ആയതും രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാൾ ഗണതന്ത്ര മണ്ഡപം ആയി മാറിയതുപോലെയാണ് ഈ മാറ്റവും. കൊളോണിയൽ ചിഹ്നങ്ങളിൽ നിന്നും മാറി ജനാധിപത്യ മൂല്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന പേരുകൾ സ്വീകരിക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തിന്റെ ഭാഗമാണിത്. നാഗാലാൻഡിലെ കോഹിമയിൽ വാർഷിക ഹോൺബിൽ ഉത്സവം ഡിസംബർ 1 മുതൽ 10 വരെ നടക്കുന്നു. 16 നാഗഗോത്രങ്ങളുടെ പാരമ്പര്യങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഉത്സവമാണിത്. നാടൻ നൃത്തങ്ങൾ, സംഗീതം, കരകൗശല വസ്തുക്കൾ, പ്രാദേശിക ഭക്ഷണങ്ങൾ, പരമ്പരാഗത വസ്ത്രങ്ങൾ, സാഹസിക കായിക വിനോദങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽസ് എന്നാണല്ലോ ഇതിനെ വിളിക്കുന്നത്. 2000 ആരംഭിച്ച ഈ ഉത്സവം ഹോൺബിൽ എന്ന പക്ഷിയുടെ പേരിലാണ്. നാഗാ സംസ്കാരത്തിൽ ഈ പക്ഷിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. തദ്ദേശീയ സംസ്കാരം സംരക്ഷിക്കുന്നതിലും വടക്കു കിഴക്കൻ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിലും ഈ ഉത്സവം സുപ്രധാന പങ്ക് വഹിക്കുന്നു. ലക്ഷക്കണക്കിന് ദേശീയ, അന്തർദേശീയ വിനോദസഞ്ചാരികൾ ഇവിടെ സന്ദർശിക്കാറുണ്ട്. 2026 തുർക്കി 31ാമത് UN കാലാവസ്ഥ വ്യതിയാന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കും. ജലക്ഷാമം, ചൂട്, തിരമാലകൾ, ഫോസിൽ ഇന്ധനം ഉപയോഗം കുറയ്ക്കൽ, കാർബൺ ബഡ്ജറ്റ്, കാലാവസ്ഥ ധനസഹായം എന്നിവയാണ് പ്രധാന വിഷയങ്ങൾ. പാരീസ് ഉടമ്പടി ലക്ഷ്യങ്ങളിലേക്കുള്ള പുരോഗതി വിലയിരുത്തുവാൻ 190-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എത്തും. അപ്പോൾ നീനു, നമ്മൾ ഇന്ന് കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ സാധിച്ചു അല്ലേ? അതെ. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. വീണ്ടും കാണാം ജംസ് ഷോയിലൂടെ. നന്ദി.